മലയാളിക്ക് തങ്ങളിൽ ഒരാളെന്ന പോലെ സുപരിചിതനും പ്രിയങ്കരനുമാണ് മണിയമ്പിള്ള രാജു. നടനായി മാത്രമല്ല അദ്ദേഹം കയ്യടി നേടാറുള്ളത്. നിർമ്മാതാവ് എന്ന നിലയിലും മലയാള സിനിമയിൽ ഒരിടം കണ്ടെത്താൻ മണിയമ്പിള്ള രാജുവിന് സാധിച്ചിട്ടുണ്ട്. 13 സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. മണിയമ്പിള്ള രാജുവിൻ്റെ സെറ്റിലെ താരങ്ങളോടുള്ള മാന്യമായ സമീപനത്തെക്കുറിച്ചും പലരും പലപ്പോഴുമായിട്ട് വാചാലന്മാരായിട്ടുണ്ട്. മണിയമ്പിള്ള രാജു നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് ഒരു സൗഹൃദത്തിലൂടാണ്. ഒരിക്കൽ സുഹൃത്തുക്കൾ ചേർന്നൊരുക്കിയ ഒരു സിനിമ. അതിലൂടെ അദ്ദേഹം നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അതേക്കുറിച്ച് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഓർത്തു പറയുന്നുണ്ട്. സിനിമയിലെത്തിയപ്പോൾ പ്രിയദർശൻ അടക്കമുള്ളവരുമായി നല്ല സൗഹൃദത്തിലായി. പ്രിയൻ, ശ്രീനിവാസൻ, ശങ്കർ അങ്ങനെ ഒത്തിരി പേർ. ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സിനിമ എടുക്കാമെന്ന സംസാരം വന്നു. എല്ലാവരും കൂടി 25,000 രൂപ വെച്ച് ഇട്ടു. ഹലോ മൈ ഡിയർ റോങ് നമ്പർ ആയിരുന്നു ആ സിനിമ. സിനിമ ചെയ്യാൻ 2,50,000 രൂപയായി. അവിടെ നിന്നും ഒരു സിനിമ എങ്ങെടുക്കണമെന്നും പ്രൊഡക്ഷനെ പറ്റിയും പഠിച്ചു. ഇതുവരെ 13 സിനിമകൾ നിർമ്മിച്ചു. അടുത്തത് മോഹൻലാലിനെ വെച്ചൊരു സിനിമയാണ്. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു എന്നാണ് മണിയമ്പിള്ള രാജു പറഞ്ഞത്. ശ്രീനിവാസൻ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഹലോ മൈ ഡിയർ റോങ് നമ്പർ. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രത്തിൽ ലിസി, മണിയമ്പിള്ള രാജു, ജഗദീഷ് ശ്രീകുമാർ, മേനക തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തി. നിർമ്മാണത്തിൽ വിജയം കൈവരിച്ച മണിയമ്പിള്ള രാജുവിന് പക്ഷേ സംവിധാനത്തിൽ മോഹമില്ല. സംവിധാനം ചെയ്യാൻ നല്ല ക്ഷമ വേണം. ഞാൻ വെപ്രാളം കൂടുതലുള്ള ആളാണ്. നടൻ സോമൻ ചേട്ടൻ പറയും ഇവൻ്റെ കാലിനിടയിൽ വിൽ വെച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ ആകെ അടങ്ങിയിരിക്കുക സിനിമ കാണുമ്പോൾ മാത്രമാണ് എന്നാണ് സംവിധാനത്തെക്കുറിച്ച് മണിയമ്പിള്ള രാജു പറയുന്നത്.